നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളികൾ ഏറെ സെർച്ച് ചെയ്ത ഒരു പേരായിരിക്കും മിഥി എന്ന് പറയുന്ന ഒരു പേര്. മിഥി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേരല്ല, അതൊരു അന്യഗ്രഹ ജീവിയുടെ പേരാണ്. നമ്മുടെ ഗാലക്സിയിൽ അല്ലാത്ത മറ്റൊരു ഗാലക്സിയിലുള്ള ആൻഡ്രോമേഡ ഗാലക്സിയിലുള്ള ഏതോ ഒരു ഗ്രഹത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഭൂമിയുമായിട്ട് സംവദിക്കാൻ ശേഷിയുള്ള ഒരു സാങ്കല്പിക അന്യഗ്രഹ ജീവിയാണ് മിഥി. മിഥി എന്ന് പറയുന്ന അന്യഗ്രഹ ജീവി, അദ്ദേഹം താമസിക്കുന്ന ആ ഒരു ഗ്രഹം, അതിലൊക്കെ ആകൃഷ്ടരായിട്ടുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ ലോകത്തുണ്ട്. അതിൽപ്പെട്ട 3 മലയാളികൾ ഈ കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശിൽ ഒരു മുറിയെടുത്ത് ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത നിങ്ങൾ കേട്ടിരുന്നു. അവർ ആ ഒരു കാരണം കൊണ്ട് അന്യഗ്രഹത്തിലേക്ക് പോകാനായിട്ടുള്ളൊരു വഴിയായിട്ടാണോ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതിൽ കാര്യമായിട്ടുള്ള ഉറപ്പുകളൊന്നുമില്ല. എന്നാൽ ഈ 3 ആളുകൾ, നവീൻ തോമസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ദേവി, അവരുടെ സുഹൃത്ത് ആര്യ എന്നിവർ ഈ കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ ഫോണിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. മാധ്യമങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഭീതി ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ഡാർക്ക് വെബിൻ്റെ ഒരു സോഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മിഥി എന്ന് പറയുന്ന അന്യഗ്രഹ ജീവിയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഈസിലി നിങ്ങൾക്ക് യൂട്യൂബിലും അതേപോലെ തന്നെ ഗൂഗിളിൽ എവിടെ സെർച്ച് ചെയ്താലും അവൈലബിൾ ആണ്. ഈ ഒരു ഡിസ്കഷൻ ഡാർക്ക് വെബിൽ മാത്രമല്ല നടക്കുന്നത്, അത് എല്ലാ ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസിലും നടക്കാറുണ്ട്. നിങ്ങൾക്ക് കുറേയിൽ കാണാൻ പറ്റും, റെഡിറ്റിൽ കാണാൻ പറ്റും, അങ്ങനെ എല്ലായിടത്തും ഈ ഒരു ഡിസ്കഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ അവർ വലിയ തെളിവായി കണ്ടുപിടിച്ച ആ ഒരു പി ഡി എഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ് യൂട്യൂബ് ചാനലിലുള്ള കാര്യങ്ങൾ. ആ ഒരു PDF-ഉം നിങ്ങൾക്ക് ഈസിലി നെറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു സാങ്കല്പിക സൃഷ്ടിയാണ്. ഈ ഒരു സൃഷ്ടിയുടെ പിറകിലുള്ള ആളുകൾ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റും. പക്ഷേ അത് എന്തിന് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉള്ളത്. ഇന്റർനെറ്റിൽ ആർക്കും എഴുതാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു കാര്യത്തെ ആധികാരികമായിട്ടുള്ള ഒരു രേഖയായി എടുത്തു വെച്ച് ഒരു ക്രൈമിൻ്റെ മോട്ടീവായിട്ടൊന്നും ആരോപിക്കാനായിട്ട് പറ്റില്ല. ഇൻ്റർനെറ്റിലെ അല്ലെങ്കിൽ നിയമത്തിലെ ചില ലൂപ്പ് ഹോളുകളിൽ കൂടെയാണ് ഇത്തരത്തിലുള്ള പല എഴുത്തുകളും പ്രചരിക്കുന്നത്. അതിൽ ഭൂമി പരന്നതാണ് എന്ന് വാദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, അതേപോലെ സ്വർഗവും നരകവും അവിടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ചിട്ടും വർണ്ണിക്കുന്ന ഉസ്താഖന്മാരുണ്ടായിരിക്കാം, അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിലെ കഠിനമായിട്ടുള്ള പരീക്ഷകളെ കുറിച്ചിട്ട് പറയുന്ന വൈദികരുണ്ടായിരിക്കാം. അതിൽ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും പല സ്ഥലങ്ങളെക്കുറിച്ചിട്ടും പല കഥകളിലെ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചിട്ടും ആ ഒരു സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പല സ്ഥലങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ മുകളിലുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊളിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടും ഒക്കെ ആളുകൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ കുഴിച്ചെടുക്കുന്ന തെളിവായിട്ടും ആളുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ എന്തിനേയും വിശ്വസിക്കുന്ന ആളുകൾക്കിടയിലാണ് ഈ പറയുന്ന ഒരു കാര്യവും വരുന്നത്. ഇതൊരു സാധാരണമായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ചില പദങ്ങളും അതിൻ്റെ വിപരീത പദങ്ങളും വല്ലാതെ കേൾക്കാറുണ്ട്. വിശ്വാസം, അന്ധവിശ്വാസം, ആചാരം, ദുരാചാരം, സ്വർഗം, നരകം, ദൈവം, ചെകുത്താൻ, ഇങ്ങനെയുള്ള പദങ്ങളും അതിൻ്റെ വിപരീത പദങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മൾ വളർന്നു വന്ന ഒരു കാലഘട്ടങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ ചെയ്യരുതാത്ത ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് കൊച്ചിലെ തൊട്ട് തന്നെ ആളുകളോട് പറയുന്ന കാര്യം അതാണ്. അത് ഈ നമ്മളുടെ സോക്കോൾഡ് ക്രൈമുകളൊന്നുമല്ല, അതൊരൊറ്റ കാര്യമാണ്: വിശ്വാസത്തെ ചോദ്യം ചെയ്യുക. നിങ്ങൾ ഒരാളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുക. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ ഡിങ്ക ഭഗവാനെയാണ് ആരാധിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പറയുകയാണ്, ഡിങ്ക ഭഗവാനാണ് ഞങ്ങളുടെ രക്ഷ. അതവരുടെ വിശ്വാസമാണ്, അതിനെ വ്രണപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ അതിനെ വ്രണപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള പ്രമുഖ മതങ്ങളെല്ലാം. ഒരിക്കൽ ഞാൻ എൻ്റെ ടീനേജിൽ ഒരു ധ്യാനത്തിന് പോയി. അതൊരു ക്രിസ്ത്യൻ ധ്യാനമാണ്. അപ്പോൾ ആ ഒരു ധ്യാനം നയിക്കുന്നത് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ധ്യാന ഗുരുവായിട്ടുള്ള ഒരു അച്ഛനാണ്. പേരൊന്നും പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, കാരണം കോമൺ ആയിട്ട് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു വേദിയിൽ അങ്ങടേക്ക് ചെല്ലുന്ന സമയത്ത് ആളുകളെ ഏറ്റവും കൂടുതൽ ഭക്തിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ പ്രദർശിപ്പിക്കും. ആ ഒരു വീഡിയോ ഇങ്ങനെയാണ്: നരകത്തിൽ പാപികളായിട്ടുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ. അവിടെ മുഴുവൻ അസ്ഥികൂടങ്ങൾ ഇങ്ങനെ കുമ്പാരമായിട്ട് കിടക്കുന്നു, ആളുകൾ മറ്റേ നൂൽപ്പാലത്തിൽ കൂടെ നടക്കുന്നു, മൊത്തം തീയ്, മനുഷ്യൻ്റെ മാംസം കരിഞ്ഞു പോകുന്ന തരത്തിലേക്കുള്ള ചൂട്, ആളുകൾ കരയുന്നു, നഗ്നരായി നടക്കുന്ന ആളുകൾ വേദന കൊണ്ട് പുളയുന്നു. ഇത്തരത്തിലുള്ള ഒരു വിഷ്വലൈസേഷനാണ് അവിടെ ഈ വിശ്വാസികളെ തീഷ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സാധനം ഉള്ളതാണോ? അല്ല, ഇതൊരു സാങ്കല്പിക സൃഷ്ടിയാണ്. ഈ ഒരു സൃഷ്ടി വിശ്വസിച്ചിട്ട് ആളുകൾ വിശ്വാസത്തിലേക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു തീഷ്ണതയിലേക്ക് എത്തുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു സാധനം അവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമ്മുടെ നാട്ടിൽ വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കാര്യത്തിൻ്റെ ലോജിക്ക് തപ്പാനായിട്ട് ഇവിടെയുള്ള ആളുകളെ പഠിപ്പിച്ചിട്ടില്ല. ആ ഒരു ലോജിക്ക് നമ്മൾ വളർന്നു വരുമ്പോഴോ ഇപ്പോഴുള്ള ഒരു സമൂഹത്തിലോ ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും പലതും വ്രണപ്പെടും. നന്ദൻകോട് ഒരു കുടുംബത്തിലെ 4 ആളുകളെ കുടുംബത്തിലെ മകൻ കൊലപ്പെടുത്തി. ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അങ്ങനെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുക എന്നുള്ളൊരു ഉദ്യമമായിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്തത്. ഇലത്തൂര് ഇരട്ട കൊലപാതകം. ഈ ഒരു കൊലപാതകത്തിൽ മരണപ്പെട്ട ആളുകളുടെ ആന്തരിക അവയവങ്ങളടക്കം വേവിച്ച് കഴിക്കുന്ന
ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടും നമ്മൾ കേട്ടിരുന്നു. ഇത്തരത്തിലുള്ളതെല്ലാം വിശ്വാസമുണ്ടോ അവിടെ അന്ധവിശ്വാസം ഉണ്ടാകും എന്നുള്ള ഒരു ഒറ്റ വാക്യത്തിൽ പറഞ്ഞൊതുക്കാനാണ് പല ആളുകൾ ശ്രമിക്കുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തിനാണ് വിശ്വസിക്കുന്നത്? ഇല്ലാത്ത കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങളെ വിശ്വസിക്കാനായിട്ട് പഠിച്ചിട്ട് മറ്റ് ചില ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് ആരെങ്കിലും വിശ്വസിച്ച് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ അവരെ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള സംഗതി ഇതാണ്. ഇനി ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളിൽ പോയി വീഴുന്നു? അവർക്ക് നല്ല രീതിയിൽ ഇവിടെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് പരലോകത്തെക്കുറിച്ചിട്ട് സ്വപ്നം കണ്ടുകൂടെ? എന്തിനാണ് ആൻഡ്രോമെഡ ഗാലക്സിയിലുള്ള അന്യഗ്രഹ ജീവിയായിട്ടുള്ള മിഥി പറയുന്നത് കേൾക്കാൻ പോയത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇത് പ്രായഭേദമന്യേ എല്ലാ കാലത്തും ആളുകൾ പിന്തുടരുന്ന ഒരു രീതിയായിരുന്നു. എങ്കിലും ഇതിനകത്തെ ചെറുപ്പത്തെക്കുറിച്ചിട്ട് ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഈ മിഥി എന്ന് പറയുന്ന അന്യഗ്രഹ ജീവിയുടെ കാര്യത്തിൽ കുറച്ച് ശാസ്ത്രതയുണ്ട്. ആ ഒരു ശാസ്ത്രതയാണ് മറ്റേ ആൻഡ്രോമെഡ ഗാലക്സി. ആൻഡ്രോമെഡ ഗാലക്സിയെ കുറിച്ചിട്ട് ഭൂമിയും സൂര്യനും മറ്റ് ഗ്രഹങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന സൗരയൂഥമടക്കമുള്ള താരാപഥമാണ് മിൽക്കി വേ. മിൽക്കി വേയുടെ അയൽവാസിയായ മറ്റൊരു താരാപഥമാണ് ആൻഡ്രോമെഡ ഗാലക്സി. ഭൂമിയിൽ നിന്ന് 25 ലക്ഷം പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ ഗാലക്സി. എന്നാൽ സെക്കൻഡിൽ 300 കിലോമീറ്റർ വേഗത്തിൽ അത് മിൽക്കി വേയിലേക്ക് പാഞ്ഞെടുക്കുന്നു. 450 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ആൻഡ്രോമെഡ ഗാലക്സി മിൽക്കി വേയിൽ ഇടിക്കുമെന്നാണ് അനുമാനം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ശാസ്ത്ര പിൻബലം എന്ന് പറയുന്നത്. ഈ ആൻഡ്രോമെഡ ഗാലക്സി മാത്രം എന്ന് പറഞ്ഞാൽ കഥ നടക്കാനായിട്ട് ഒരു സ്ഥലം വേണം. ആടുജീവിതത്തിന് ജോർദാനിലുള്ള ഒരു മരുഭൂമി തിരഞ്ഞെടുത്തതുപോലെ ഇവിടെ ഈ ഒരു സാങ്കല്പിക സൃഷ്ടിയുടെ സൃഷ്ടാവ് ആൻഡ്രോമെഡ ഗാലക്സി തിരഞ്ഞെടുത്തു. അപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ ആ ഒരു ടോട്ടൽ PDF-ൻ്റെ ചില ഭാഗങ്ങളിൽ നിന്നിട്ട് ചുമ്മാ അവിടെ ഇവിടെ കുറിച്ചിട്ടിരിക്കുന്ന ചില സാധനങ്ങളിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ ലോജിക് എന്ന് പറയുന്നത് നമ്മൾ അന്യഗ്രഹങ്ങൾ സന്ദർശിക്കാറുണ്ട്, അതേപോലെ തന്നെ അന്യഗ്രഹ ജീവികൾ ഇങ്ങടേക്കും വരാറുണ്ട്. അത് പോസിബിൾ അല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം അവിടെയും ആളുകളുണ്ട്, ഇവിടെയും ആളുകളുണ്ട്. ഈ ഗ്രഹത്തിൽ ഇങ്ങനെ ആളുകളുണ്ട്, അപ്പോൾ ആ ഗ്രഹത്തിലും അങ്ങനെ ആളുകളുണ്ടാവാം. അങ്ങനെ ഉള്ള ഒരു ആളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ ഇത്തിരി പിൻബലം മതി ചില ആളുകൾക്ക് വിശ്വസിക്കാൻ. കാരണം ശാസ്ത്രത്തിൻ്റെ ഒരു പിൻബലം ഇല്ലാത്ത കാര്യങ്ങൾ കേട്ട് പരിശീലിച്ച് ആ രീതിയിൽ ജീവിതം തുടരുന്ന, അങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളാണ് ഈ നാട്ടിൽ കൂടുതലായിട്ടുള്ളത്. മരണത്തിന് ശേഷം കിട്ടുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ പുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന മലയാളികൾ വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ചെറുപ്പക്കാർ ഈ പറയുന്ന മണ്ടത്തരത്തിലേക്ക് പോയി വീഴുന്നു? നിങ്ങളൊരു കാര്യം 5 പേരോട് പറയുന്ന സമയത്ത് അതിൽ 2 ആളുകളെങ്കിലും വിശ്വസിക്കുന്ന സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഏത് കള്ളമാണെന്നുണ്ടെങ്കിലും ആ ഒരു ലോജിക്കൊക്കെ ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. ഇത്തിരി ശാസ്ത്ര പിൻബലം, സാഹിത്യ പിൻബലമുള്ള ഏതൊരു കാര്യത്തിലും വളരെ ആധികാരികമായിട്ടുള്ള ഭാവനാ സൃഷ്ടികൾ നടത്താനായിട്ട് മനുഷ്യരെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരുള്ളൂ. ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റോ എന്തോ ഒരു സാധനം, ഇതൊരു സാങ്കല്പിക സംഭവമാണ്. എന്നാൽ ആ ഒരു കാര്യത്തിന് ശാസ്ത്ര പിൻബലവും സാഹിത്യ പിൻബലവും അനുവദിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ പിന്നീട് അതിന് അങ്ങനെയുള്ള ഒരു പിൻബലമുണ്ട് എന്ന് വാദിച്ചത്, അതിന് ആ ഒരു പിൻബലം നൽകിയത് ഇവിടെയുള്ള ഭാവന സമ്പന്നരായിട്ടുള്ള ആളുകളാണ്. നിഗൂഢ സംഘങ്ങൾ, അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ആളുകളുടെ ഇൻട്രസ്റ്റുകളാണ്. പിന്നെ ആളുകളുടെ ഒരു മെച്യൂരിറ്റിയും അല്ലെങ്കിൽ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും വകതിരിവുമൊക്കെ അനുസരിച്ചിട്ട് അവർ ജീവിതത്തിൽ ഓരോ ഡിസിഷൻസ് ഒക്കെ എടുക്കും. ഇതിൻ്റെ പിന്നിലൊക്കെ നമ്മൾ അന്വേഷിച്ച് സമയം കളയാൻ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റും. എങ്ങനെ അവയർനെസ് കൊടുക്കാൻ പറ്റും? ഇതല്ലെങ്കിൽ മറ്റൊരു വിശ്വാസത്തിൽ ആളുകൾ പോയി അടിമപ്പെട്ട് വിശ്വസിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കും. മരിച്ചു പോകത്തില്ല എങ്കിലും സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കുന്ന ആചാരങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കവളിൽ കൂടെ ശൂലം കയറ്റി ഇപ്പുറത്തെ കവളിൽ കൂടെ അത് ഇറക്കി അതിൻ്റെ 2 സൈഡിലും നാരങ്ങ കുത്തി വിശ്വാസം ആഘോഷിക്കുന്ന നമ്മൾ. അപ്പോൾ അവർ അന്യഗ്രഹത്തിലേക്ക് പോകാനായിട്ട് ആത്മഹത്യ ചെയ്തു. എല്ലാം ഏകദേശം ഒരേ സ്വഭാവത്തിലുള്ള സംഗതിയൊക്കെ തന്നെയാണ്. ഇതിലൊക്കെ ആധികാരികമായിട്ട് എന്ത് പറയാനാണ്? ഇതിൻ്റെ ബേസ് എല്ലാം ഒന്നാണല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മളിത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയായി പോകും. അപ്പോൾ ആൻഡ്രോമെഡ ഗാലക്സിയെ കുറിച്ചിട്ട് അവർ വിചാരിക്കുന്ന അവരുടെ വിശ്വാസമാണ്. നിങ്ങൾ എന്തിനതിനെ ചോദ്യം ചെയ്യുന്നു? ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റിനെ കുറിച്ചിട്ടാണ്. ജനിക്കുന്ന അന്ന് മുതൽ തന്നെ യാതൊരുവിധ ലോജിക്കൽ എക്സ്പ്ലനേഷനും കൊടുക്കാൻ പറ്റാത്ത, സയൻസിൻ്റെ യാതൊരുവിധ പിൻബലവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു കഥപുസ്തകം വായിച്ചിട്ട് അതിലൊരു ദൈവത്തെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളോട് പറയുകയാണ്. അതുങ്ങളത് പിക്ചറൈസ് ചെയ്യുകയാണ്. നാളെ അത് തന്നോട് അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോട് എന്തെങ്കിലുമൊക്കെ ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ പേടിപ്പിക്കുകയാണ്. മരണാനന്തര ജീവിതത്തിലെ പുഴുക്കടിയെക്കുറിച്ചിട്ടും നരകത്തീയെക്കുറിച്ചിട്ടും പേടിപ്പിക്കുകയാണ്. അവിടെ അങ്ങനെയാണോ പേടിപ്പിക്കേണ്ടത്? അല്ല. അതിനകത്തെ മര്യാദകളെക്കുറിച്ചിട്ട്, മാനേഴ്സിനെ കുറിച്ചിട്ട്, പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കേണ്ടത്. തേങ്ങയിൽ വെള്ളം നിറച്ചത് ആരാണ്? സൈക്കിൾ ശുദ്ധ ഗർഭത്തീസിൻ്റെ ഓണർ പറയുന്നു, ദൈവമാണ് തേങ്ങയിൽ വെള്ളം നിറച്ചത്. തേങ്ങയിൽ വെള്ളം നിറച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ദൈവമാണെന്ന് മറുപടി കൊടുക്കുന്ന ഒരു പരസ്യം കണ്ട് അഗർബത്തീസ് വാങ്ങിച്ച് പുകച്ച ആളുകളുള്ള ഒരു നാടാണിത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് ഇവരെന്തുകൊണ്ട്
അന്യഗ്രഹ ജീവിയായിട്ടുള്ള മിഥിയിൽ വിശ്വസിക്കുന്നു, നാടെങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ ഒരു ടോപ്പിക്കിലുള്ള ഒരു രസം കൊണ്ട് എടുത്തതാണ്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് ഈ മിഥി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചതിന് ശേഷം വീഡിയോ പ്രസൻറ്റ് ചെയ്യാനിരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ വലിയ സംഗതിയൊന്നുമില്ല. എങ്ങനെയാണ് മനുഷ്യൻ ഇതൊക്കെ വിശ്വസിക്കാതിരിക്കുന്നത്? കാരണം അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയാണ് അവനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.